Hi dears, welcome to yet another interesting session in our syllabus, a thought-provoking session that is literary criticism. And today we are going to start with Aristotle's Poetics. Poetics is one of the most important work in literary criticism by the great Greek philosopher Aristotle, who actually inaugurated criticism in literature. സാഹിത്യത്തിലേക്ക് ഇതിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ ഒരു സംഭാവന കൊണ്ടുവന്ന അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിലൂടെയാണ് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് തുടങ്ങാൻ പോകുന്നത്. സോ ലെറ്റ് us see more about Aristotle at first. He was born in 384 BCE and died in 322 BCE. BCE എന്നുള്ളത് ഒരു സെക്കുലർ ടേം ആണ്. ദാറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് BCE എന്നുള്ളത്. ദാറ്റ് ഈസ് ബിഫോർ കറൻറ്റ് ഇറ ഓർ ബിഫോർ കോമൺ ഇറ എന്നുള്ളതാണ് BCE. So he was born in 384 BCE and died in 322 BCE. And Aristotle was popularly known as the Stagirite. Aristotle അറിയപ്പെടുന്നത് the Stagirite എന്നുള്ള പേരിലാണ് because he was born in the area the Stagira. Okay, ഗ്രീസിലെ സ്റ്റാജിറ എന്നുള്ള സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് തന്നെ he was popularly known by the name the Stagirite philosopher എന്നൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷകൾക്ക്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കുന്ന ആ ഒരു ടേം the Stagirite or the Stagirite philosopher Aristotle. And he got education from academy, Plato's academy. Plato, you know, he was another famous Greek philosopher. മറ്റൊരു ഗ്രീക്ക് ഫിലോസഫറാണ് പ്ലാറ്റോ. പ്ലാറ്റോൻ്റെ സ്കൂൾ ഓഫ് തോട്ട് അതിൻ്റെ പേരാണ് അക്കാഡമി എന്നുള്ളത്. സോ പ്ലാറ്റോൻ്റെ അക്കാഡമിയിലാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നേടിയെടുത്തത്. അതിനുശേഷം പിന്നീട് പ്ലാറ്റോനോടൊപ്പം തന്നെ അരിസ്റ്റോട്ടിൽ കുറച്ചു കാലം അവിടെ അക്കാഡമിയിൽ വർക്ക് ചെയ്യുകയുണ്ടായി. ലെക്ചേഴ്സ് എല്ലാം നൽകിക്കൊണ്ട് അവിടെ പ്ലാറ്റോ സഹായിച്ചുകൊണ്ട് അവിടെ നിന്നു. പിന്നീട് പ്ലാറ്റോ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ അക്കാഡമി വിട്ടു പോകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ഫോം ചെയ്യുകയുണ്ടായി, എസ്റ്റാബ്ലിഷ് ചെയ്തു ഏഥൻസിൽ. ദ നെയിം ഇസ് ലൈസിയം എന്നാണ് അതിൻ്റെ പേര്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. പ്ലാറ്റോൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് അക്കാഡമി ആൻഡ് ദ നെയിം ഓഫ് സ്കൂൾ ഓഫ് തോട്ട്, ദ സ്കൂൾ ഓഫ് തോട്ട് ബൈ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ, ദാറ്റ് ഇസ് നോൺ ബൈ ദ നെയിം ലൈസിയം. ഓക്കെ, സോ ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് പ്ലാറ്റോ. പ്ലാറ്റോൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പ്ലാറ്റോ അറിയാലോ, പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അരിസ്റ്റോട്ടിൽ പ്ലാറ്റോൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് അരിസ്റ്റോട്ടിൽ വാസ് എ മെൻറ്റർ ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഗുരു ആയിരുന്നു അരിസ്റ്റോട്ടിൽ. ഓക്കെ, ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് എ സ്കൂൾ ഇൻ ഏഥൻസ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം അക്കാഡമിയിൽ നിന്നും പോകുന്നതിന് ശേഷം, പ്ലാറ്റോ മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പ്ലാറ്റോയെ വിട്ട് അല്ലെങ്കിൽ അക്കാഡമി ഉപേക്ഷിച്ച് പോരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദ സ്കൂൾ ഇസ് നോൺ ബൈ ദ നെയിം ദ പെരിപ്പറ്ററ്റിക് സ്കൂൾ. ദ പെരിപ്പറ്ററ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് അറിയപ്പെടുന്നുണ്ട്. ആക്ച്വലി പെരിപ്പറ്ററ്റിക് മീൻസ് വാക്ക് വേസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ലൈസിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് നോൺ ബൈ ദ നെയിം ദ പെരിപ്പറ്ററ്റിക് സ്കൂൾ എന്ന് അറിയപ്പെടുന്നത്. സോ ദിസ് വാസ് ബിൽറ്റ് ഇൻ ഏഥൻസ്. അരിസ്റ്റോട്ടിൽ ഫോം ചെയ്ത, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്കൂൾ, അതിൻ്റെ പേര് ലൈസിയം, ഓർത്തു വെക്കണം. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 335 BC. And he was responsible for the first systematic work of literary criticism. ഇത്രയും മനോഹരമായ രീതിയിൽ വളരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല ലിറ്റററി ക്രിറ്റിസിസം ഈ സാഹിത്യത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അരിസ്റ്റോട്ടിൽ വളരെയധികം അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഓക്കെ, ആൻഡ് ഹിയർ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ Lyceum, his school of thought, the peripatetic school of philosophy established by the great Greek philosopher Aristotle. അരിസ്റ്റോട്ടലിൻ്റെ ലൈസിയത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അരിസ്റ്റോട്ടിൽ വാസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ഡിസൈപ്പിൾ ഓഫ് പ്ലാറ്റോ. പ്ലാറ്റോൻ്റെ വളരെ അരുമപ്പെട്ട ഒരു ശിഷ്യൻ, വളരെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ. ആൻഡ് ഹി ഈസ് ബിലീവ്ഡ് ടു ഹാവ് റിട്ടൺ നിയർലി half a dozen critical treatises, of which only 2 survive, Poetics and Rhetoric. Poetics deal with the art of poetry and rhetoric deals with the art of speaking. So അദ്ദേഹം വളരെയധികം ഒരുപാട് ലെക്ചേഴ്സ്, ആക്ച്വലി അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സബ്ജക്ട്സിൽ നല്ല ഘടമായിട്ടുള്ള അറിവുള്ളൊരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ആസ്ട്രോണമി, ഫിസിക്സ്, ഫിലോസഫി, ഓക്കെ, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലും വളരെയധികം ആഴത്തിലുള്ള അറിവുള്ളൊരു വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ലെക്ചേഴ്സൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇന്ന് സർവൈവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മെയിൻ 2 ട്രീറ്റീസാണ്. ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. അരിസ്റ്റോട്ടലിൻ്റെ മെയിൻ വർക്ക്സ്, ക്രിട്ടിക്കൽ ട്രീറ്റീസ്, പോയറ്റിക്സ് ആൻഡ് റെട്ടറിക്സ്. ഇതിൽ പോയറ്റിക്സ് ആണ് ഇന്ന് നമ്മൾ ഈ സിലബസിൽ അനുസരിച്ച് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി പോയറ്റിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡീൽസ് വിത്ത് ദ ആർട്ട് ഓഫ് പോയട്രി.
ഓക്കെ, പോയട്രി ആ ഒരു രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളാണ് പോയറ്റിക്സ് എന്നുള്ള ഒരു പ്രബന്ധത്തിലുള്ളത്. റെട്രിക്സ് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് സ്പീക്കിംഗ്. റെട്രിക് ഡീൽ വിത്ത് ആർട്ട് ഓഫ് സ്പീക്കിംഗ്. ആൻഡ് ദിസ് ബുക്ക്, അതായത് അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു പോയറ്റിക്സ്, ഈ പോയറ്റിക്സ് ഉണ്ടാവാനുള്ളൊരു കാരണമാണ് ഇനി നമ്മൾ പറയുന്നത്. ആക്ച്വലി നമ്മൾ പറഞ്ഞു, അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് പ്ലാറ്റോൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ പ്ലാറ്റോൻ്റെ ചില ചിന്തകൾ അരിസ്റ്റോട്ടൽ തീർത്തും വിയോജിപ്പുണ്ടായിരുന്നു. അതായത് പ്ലാറ്റോൻ്റെ ചില ചിന്തകളോട് അദ്ദേഹത്തിന് തീർത്തും വിയോജിപ്പുണ്ടായിരുന്നു. അതായത് ആക്ച്വലി പ്ലാറ്റോ ഈസ് ഫേമസ് ഫോർ ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. പ്ലാറ്റോ, okay, Aristotle master Plato, he is famous for his theory of ideas, and according to it, ideas are the ultimate reality. Ideas എന്ന് പറയുന്നതാണ്, ideas are the ultimate reality, and art or literature is twice removed from reality. റിയാലിറ്റിയിൽ നിന്നും എത്രയോ മാറി നിൽക്കുന്ന ഒന്നായിട്ടാണ് ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും പ്ലാറ്റോ കാണുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ മാസ്റ്റർ പ്ലാറ്റോ കണ്ടിരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് റിപ്പബ്ലിക് എന്നുള്ളത്. പ്ലാറ്റോൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് റിപ്പബ്ലിക്. അതിൽ അദ്ദേഹം ഈ ഒരു പോയട്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പോയറ്റിനും എതിരായിട്ടുള്ള കുറേ ചിന്തകൾ അവിടെ നിരത്തുണ്ടായി. സോ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രബന്ധത്തിന് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പേരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോയറ്റിക്സ് എന്നത്. സോ ഇവിടെ പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാറ്റോ, അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്നുള്ള ഈ ഒരു വർക്ക് ദാറ്റ് ഈസ് ഫേമസ് ഫോർ ഹാവിങ് ബാനിഷ് പോയട്രി ആൻഡ് പോയറ്റ്സ് ഫ്രം ദ ഐഡിയൽ സിറ്റി ഓഫ് റിപ്പബ്ലിക്. സോ അതിൽ ഒരു ഐഡിയ ഓഫ് ജസ്റ്റിസ് ആണ് ആക്ച്വലി റിപ്പബ്ലിക് എന്നുള്ളതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. സോ അവിടെ ഒരു ഐഡിയ ഓഫ് ജസ്റ്റിസിൽ ഈ ഒരു ഐഡിയൽ സിറ്റിയിൽ നിന്നും ബാൻ ചെയ്യേണ്ട, മാറ്റി നിർത്തപ്പെടേണ്ട കുറച്ച് കൂട്ടരായിട്ടാണ് പോയറ്റ്സിനെ പ്ലാറ്റോ കണക്കാക്കുന്നത്. അതായത് പോയറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ റിയാലിറ്റിയിലെ മാറ്റിമറിക്കുന്ന ആളുകളാണ്, അവർ സമൂഹത്തിൽ ദോഷങ്ങൾ വരുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ നിർത്തേണ്ട ഒരു കൂട്ടരല്ല എന്നുള്ള രീതിയിൽ പ്ലാറ്റോ പോയറ്റ്സിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് നമുക്ക് അവിടെ കാണുന്നത്. ആൻഡ് ഹി ബാനിഷ് ദം ബിക്കോസ് ദേ പ്രൊഡ്യൂസ് എ റോങ് സോർട്ട് ഓഫ് പോയട്രി. ഒരു റോങ് മാനർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഡൗൺഫോളിന് കാരണമാകുന്നവരാണ് പോയറ്റ്സ് എന്നുള്ള പരാമർശങ്ങളെല്ലാം അവിടെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം നൽകുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് റിപ്പബ്ലിക്, അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അരിസ്റ്റോട്ടിൽ ഈ ഒരു വർക്ക് പോയറ്റിക്സ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. So Aristotle's poetics is a kind of covert reply to his great master. അരിസ്റ്റോട്ടലിന് വളരെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഗുരു പ്ലാറ്റോ, അദ്ദേഹത്തോടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു പോയറ്റിക്സ് എന്നത്. ഇറ്റ് ഇസ് എ റെസ്പോൺസ് ടു പ്ലാറ്റോസ് അറ്റാക്ക് ഓൺ ആർട്ട്. പ്ലാറ്റോ ഏത് രീതിയിലാണോ ആർട്ടിനെയും അതുപോലെ പോയറ്റ്സിനെയും ആക്ഷേപിക്കുന്നത്, അതിനോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് രചിക്കുന്നത്. A systematic exposition of the theory and practice of poetry. Both പോയട്രിയുടെ തിയറി ആൻഡ് പ്രാക്ടീസ് രണ്ടും വളരെ ചിട്ടയോടുകൂടി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രബന്ധം കൂടിയാണ് പോയറ്റിക്സ് എന്നത്. സോ വാട്ട് ഈസ് പോയറ്റിക്സ്? പോയറ്റിക്സ് മീൻസ് ദ സയൻസ് ഓഫ് പോയട്രി. There exists a science in organizing a poem. So this science of poetry is said to be poetics. And in poetics, Aristotle is discussing and analyzing the concepts and art of creating poetry. അതായത് ഒരു പോയട്രി, ഒരു കവിത രചിക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ കോൺസെപ്റ്റ്സിനെ കുറിച്ച് വളരെ വിശകലനം ചെയ്ത ഒരു വർക്കാണ് പോയറ്റിക്സ് എന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വർക്ക്. ആൻഡ് ഇൻ ദിസ് വർക്ക്, ഈ പോയറ്റിക്സ് എന്നുള്ള വർക്കിൽ അദ്ദേഹം ആക്ച്വലി പോയട്രിയും ഹിസ്റ്ററിയും തമ്മിലൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്, രണ്ടിനെയും താരതമ്യം ചെയ്യുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. So Aristotle പറയുന്നു, he says that it is not the function of the poet to relate what has happened but what may happen. ആക്ച്വലി ഒരു ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതുന്ന വർക്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെയാണ് പരാമർശിച്ചു കൊണ്ട് എഴുതുന്നത്. ഇറ്റ്സ് ഓൺലി കോണ്ടെക്സ്ച്വൽ, ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഒരു പോയറ്റ് എന്ന് പറയുമ്പോൾ, ഒരു കവിത എഴുതുമ്പോൾ ദാറ്റ് ഈസ് യൂണിവേഴ്സൽ, എന്തുണ്ടാകാം, ഒരു യൂണിവേഴ്സൽ ടോൺ ഉള്ളതാണ് ഒരു പോയട്രി എന്നുള്ളതാണ് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം. ദ പോയറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഹിസ്റ്റോറിയൻ നോട്ട് ബിക്കോസ് ഹി റൈറ്റ്സ് ഇൻ വേഴ്സ് ആൻഡ് ദ ലാറ്റർ ഇൻ പ്രോസ്. അപ്പം നമ്മൾ ഒരു രീതിയിൽ നോക്കുമ്പോൾ പോയറ്റ് എന്ന് പറയുമ്പോൾ ഹി ഈസ് റൈറ്റിംഗ് ഇൻ വേഴ്സ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വേഴ്സ് ഫോമാണ്. ആൻഡ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് പ്രോസ് ഫോമിലാണ് എഴുതുന്നത്. ഇത് മാത്രമല്ല ഇതിന് മുകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം, ദി ഹിസ്റ്റോറിയൻ റിലേറ്റ്സ് വാട്ട് ഹാസ് ഹാപ്പൻ, ദ പോയറ്റ് റിലേറ്റ്സ് വാട്ട് മേ ഹാപ്പൻ. പക്ഷേ ഹിസ്റ്റോറിയൻ
ഉണ്ടായ ഒരു കാര്യം, സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ പോയറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എഴുതുന്നത്. പോയട്രി ഈസ് മോർ ഫിലോസഫിക്കൽ ദാൻ ഹിസ്റ്ററി ബിക്കോസ് ഇറ്റ് എക്സ്പ്രസസ് ഹയർ തിങ്സ്. സോ അദ്ദേഹം പറയുന്നു ഹിസ്റ്ററിയെ നോക്കുമ്പോൾ, ഹിസ്റ്ററിയെ കമ്പയർ ചെയ്യുമ്പോൾ പോയട്രി കൂടുതൽ വളരെയധികം ഫിലോസഫിക്കലാണ്. ബിക്കോസ് ഇറ്റ് എക്സ്പ്രസസ് ഹയർ തിങ്സ് ആൻഡ് പോയട്രി എക്സ്പ്രസസ് ദ യൂണിവേഴ്സൽ, ഹിസ്റ്ററി ദ പെർട്ടിക്കുലർ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. പോയട്രി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരുടെ ചുറ്റും നടക്കാവുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് പോയട്രി എന്നുള്ളത് വരുന്നത്. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ എവിടെയോ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, അവിടെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് ഹിസ്റ്ററിയിൽ നടക്കുന്നത്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഹിസ്റ്ററി ഈസ് കണ്ടക്ച്വൽ whereas പോയട്രി ഈസ് യൂണിവേഴ്സൽ. സോ ഈ രീതിയിൽ അദ്ദേഹം ഇതിനെ രണ്ടിനെയും ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. സോ നമ്മൾ പോയറ്റിക്സ് എന്നുള്ള ഈ പ്രബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഇറ്റ് ഈസ് എ ട്രീറ്റീസ് ഓഫ് അബൌട്ട് 50 pages കണ്ടെയ്നിങ് 26 സ്മോൾ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 50 pages വരുന്നുണ്ട്. 26 ചാപ്റ്റേഴ്സ് ആണ്, ഓർത്ത് വെക്കണം. പോയറ്റിക്സ് കംപ്രൈസ് 26 സ്മോൾ ചാപ്റ്റേഴ്സ്, 26 ചാപ്റ്റേഴ്സ്. And it gives the impression of being a summary of his lectures to his pupils written either by them or by himself. ഇനി ആക്ച്വലി ഈ ഒരു വർക്ക്, ഇങ്ങനൊരു വലിയൊരു പ്രബന്ധം നമുക്ക് മുന്നിൽ ഇന്ന് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ആക്ച്വലി ഒരു ലെക്ചർ സീരീസ് ആയിട്ട് കുട്ടികൾക്ക് മുന്നിൽ ഡെലിവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് പോയറ്റിക്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നിൽ കാണുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അവരാലോ അല്ലെങ്കിൽ അദ്ദേഹത്താലോ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു വലിയ ഒരു പ്രബന്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയറ്റിക്സ് എന്നുള്ള ഈ ഒരു വർക്ക്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ് ടു ഹാവ് എ സെക്കൻഡ് പാർട്ട് വിച്ച് ഇസ് ലോസ്റ്റ്. ഓക്കെ, and now let us see what the difference between the thoughts of Aristotle and Plato. അരിസ്റ്റോട്ടലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാറ്റോൻ്റെ വളരെയധികം പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. എങ്കിലും അവർ രണ്ടുപേരും തമ്മിലുള്ള ചിന്തകളിൽ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ രണ്ടുപേരും പറയുന്നു അല്ലെങ്കിൽ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ തിയറി ഓഫ് മൈമസിസ്. ദ തിയറി ഓഫ് മൈമസിസ് മീൻസ് ദ തിയറി ഓഫ് ഇമിറ്റേഷൻ. അതായത് ആർട്ട് എന്ന് പറയുമ്പോൾ, കല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇമിറ്റേഷൻ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, അനുകരിക്കുമ്പോഴാണ് ഒരു കല ഫോം ചെയ്യുന്നത്, ഒരു കലാരൂപം ഉണ്ടാവുന്നത്. അപ്പോൾ അത് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളിലെ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാം. പ്ലാറ്റോ കൺസിഡർഡ് ഇമിറ്റേഷൻ മിയർലി ആസ് മിമിക്രി ഓർ എ സെർവൈൽ കോപ്പി ഓഫ് നേച്ചർ. ജസ്റ്റ് ഒരു കാര്യം കണ്ടതിനെ അതേപോലെ കോപ്പി ചെയ്യുക, അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനുകരിക്കുക, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് പ്ലാറ്റോ അതിനെ കാണുന്നത്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഹി ഇൻ്റർപ്രറ്റഡ് ഇറ്റ് ആസ് എ ക്രിയേറ്റീവ് പ്രോസസ്. കണ്ട ഒരു കാര്യത്തെ അത് നല്ല രീതിയിൽ കാണുമ്പോൾ മാത്രം, നന്നായി ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു കാര്യം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ മുഴുവനായിട്ട് നന്നായി കണ്ട ഒരു കാര്യത്തെ നല്ലൊരു രീതിയിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റിതമിക് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഏത് കലയാണോ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള മോഡ് ഓഫ് എക്സ്പ്രഷൻ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ അവിടെ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വ്യക്തിക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സർഗാത്മകത ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ഇമിറ്റേഷൻ എന്നുള്ള വെറും ഒരു ഇമിറ്റേഷൻ കൊണ്ട് നടക്കുന്നതല്ല ഒരു കലാരൂപം എന്ന് പറയുന്നത്. അവിടെ കലാരൂപം ശരിയായിട്ടുള്ള ഒരു ഇമിറ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒബ്സർവേഷനും അതുപോലെ തന്നെ അവിടെ ഒരു വ്യക്തിയുടെ സർഗാത്മക കഴിവുകളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം. പ്ലാറ്റോ കമ്പയർഡ് പോയട്രി ടു പെയിൻറ്റിങ് whereas അരിസ്റ്റോട്ടിൽ കമ്പയർഡ് ഇറ്റ് ടു മ്യൂസിക്. അപ്പോൾ പ്ലാറ്റോൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പെയിൻറ്റിങ്. നമ്മൾ എന്തോ ഒരു കാര്യം കണ്ട്, ഒരു പിക്ചർ കണ്ട് അല്ലെങ്കിൽ നേച്ചറിലെ ഭംഗി കണ്ടുകൊണ്ട് നമ്മളതിനെ നമ്മളുടെ ബ്രഷസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്ലാറ്റോ കാണുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നു അതിന് റിതം, അതിൻ്റെ ഹാർമണി അതെല്ലാം ഉൾക്കൊണ്ട് അതിന് കൂടുതൽ ഭംഗി വരുത്തുന്ന രീതിയിലാണ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹി കമ്പയർഡ് ഇറ്റ് ടു മ്യൂസിക്. അരിസ്റ്റോട്ടിൽ കമ്പയർഡ് poetry to music, whereas Plato compared poetry to painting. Okay, so in poetics we can say 26 chapters. നമ്മൾ പറഞ്ഞു 26 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, സ്മോൾ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ മൊത്തമുള്ള ഒരു അനാലിസിസ് ആണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ദ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആൻഡ് ദ 25th ചാപ്റ്റർ ആർ ഡിവോട്ടഡ് ടു പോയട്രി. അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും പിന്നെ ഏറ്റവും അവസാനം വരുന്ന ആ ഒരു 25ാമത്തെ ചാപ്റ്റർ, 26 ചാപ്റ്റേഴ്സിൽ 25ാമത്തെ ചാപ്റ്ററിലും അദ്ദേഹം പോയട്രിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ദ 5th ഇൻ എ ജനറൽ വേ ടു കോമഡി, എപ്പിക് ആൻഡ് ട്രാജഡി.
ഇതിൽ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് 5th ചാപ്റ്ററിൽ കൂടുതലായിട്ടും കോമഡി, എപ്പിക്, ട്രാജഡി, അതായത് ഡിഫറെൻറ്റ് ജേണർ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫോളോയിങ് 14 എക്സ്ക്ലൂസീവ്ലി ടു ട്രാജഡി. അതിനുശേഷം 5th കഴിഞ്ഞ് 6th മുതൽക്കുള്ള 14 അടുത്തുള്ള 14 കൂടുതലായിട്ടും ട്രാജഡിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു ട്രീറ്റീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ പ്രബന്ധം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് ട്രാജഡിയെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് 3 ടു പോയറ്റിക് ഡിക്ഷൻ. പിന്നീട് വരുന്നത് ട്രാജഡിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വരുന്ന ഇതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് പോയറ്റിക് ഡിക്ഷൻ, പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ചാണ്. And the next 2 to epic poetry, and last to a comparison of epic poetry and tragedy. ഇപ്പോൾ പിന്നീട് വരുന്ന ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ വരുന്ന എപ്പിക് പോയട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും, അതുപോലെ പിന്നീട് അവസാനം വരുന്നത് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഓഫ് എപ്പിക് പോയട്രി ആൻഡ് ട്രാജഡി. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്കിത് എടുത്തു കഴിയുമ്പോൾ ജനറലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ കൂടുതലായിട്ട് പറയുന്ന 3 കാര്യങ്ങളാണ്. വൺ ഇസ് മൈമസിസ്. Mimesis means imitation, the theory of imitation. Second one, he is speaking about the different genre of poetry, this different genre of poetry, and in particular he is mentioning about tragedy. അവിടെ കൂടുതലായിട്ടും ട്രാജഡിയെ കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് പാർട്ട് ഹി ഈസ് മെൻഷനിങ് അബൌട്ട് കഥാസിസ് അല്ലെങ്കിൽ ഇമോഷണൽ അപ്പീൽ. ഇതിനെക്കുറിച്ചാണ് മൂന്നാമത്തെ പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ മൂന്നായിട്ട്, ഇവിടെ 6 പാർട്സ് ആയിട്ട് നമുക്ക് കാണാം. എങ്കിലും ഇതിൽ 3 മെയിൻ പാർട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 3 എണ്ണമായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഇമിറ്റേഷൻ, സെക്കൻഡ് വൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് ജോണർ, ആൻഡ് ദ തേർഡ് വൺ അബൌട്ട് കഥാസിസ്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ചാപ്റ്റേഴ്സ്. Aristotle, like Plato, believes that poetry makes an immediate appeal to the emotions. Taking tragedy as the highest form of poetry, he says that it arouses the emotions of pity and fear. Pity at the undeserved sufferings of the hero and fear of the woes that may befall him. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ ശരിക്കും പ്ലാറ്റോ പറയുന്നത് പോലെ തന്നെ അദ്ദേഹവും പറയുന്നു പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് മേക്സ് ആൻ ഇമ്മീഡിയറ്റ് അപ്പീൽ ടു ദ ഇമോഷൻ. പോയട്രി, നമ്മളൊരു പോയട്രി വായിക്കുമ്പോൾ, നമ്മളൊരു പോം വായിക്കുന്ന സമയത്ത് അത് നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ചിന്തകൾക്കും നമ്മൾക്ക് വികാരങ്ങളിലേക്കും ഒരു എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് തോന്നുന്നതായിട്ട് നമുക്ക് ഒരു അനുഭൂതി ഉണ്ടായിരിക്കും. സോ ആ ഒരു ഇമ്മീഡിയറ്റ് അപ്പീലിനെ കുറിച്ച് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലും അതുപോലെ തന്നെ പ്ലാറ്റോയും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പ്ലാറ്റോ പറയുന്നു അങ്ങനെ ഒരു ഇമോഷണൽ അപ്പീൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഡൗൺഫോൾ. ഇറ്റ് മേ കോസ് സം, ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ആൻഡ് കോസസ് ഡൗൺഫോൾ ടു ദ സൊസൈറ്റി. സൊസൈറ്റിയെ, സമൂഹത്തെ അത് ദ്രോഹിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല പ്ലാറ്റോ അതിനെ കാണുന്നത്. എന്നാൽ അരിസ്റ്റോട്ടൽ പറയുന്നു ആ ഒരു ഇമോഷണൽ അപ്പീൽ കൊണ്ട് നമുക്കൊരു വ്യക്തിക്കുള്ളിൽ ഒരു കഥാസസ് അല്ലെങ്കിൽ ഒരു പർഗേഷൻ ഓഫ് ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു ശുദ്ധീകരണം സംഭവിക്കും എന്നുള്ള രീതിയിലാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, and taking tragedy as the highest form of poetry, he says that it arouses emotions of pity and fear. അപ്പോൾ ഇതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ അദ്ദേഹം ട്രാജഡിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോയട്രിയുടെ ഫോമിൽ തന്നെ അദ്ദേഹം പറയുന്നു ട്രാജഡിയാണ് സുപ്പീരിയർ ആയിട്ടുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു കാരണം ട്രാജഡി കാണുന്ന സമയത്ത്, ഒരു ട്രാജഡി പെർഫോം ചെയ്യുമ്പോൾ നമ്മളത് ഒരു ഓഡിയൻസ് കാണുന്ന സമയത്ത് ആ ഒരു ഓഡിയൻസിൻ്റെ ഉള്ളിൽ, സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഉള്ളിൽ കുറേ വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ, ആ ട്രാജഡി കണ്ടുകൊണ്ട്. ഈ ഒരു പിറ്റി കാണുന്ന സമയത്ത്, അതുപോലെ ഒരു ഫിയർ, ഇത് നമ്മൾ അനുഭവപ്പെടുമ്പോൾ, ഈ പിറ്റി ആൻഡ് ഫിയർ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഫീലിങ്സിൽ ഒരു കഥാസിസ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ പെർഗേഷൻ ഓഫ് ഫീലിങ്സ്, ശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് മുന്നിലേക്ക് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us see in detail the overall summary of poetics. നമുക്ക് തുടങ്ങാം പോയറ്റിക്സിൻ്റെ ഈ ഒരു ഓവറോൾ സമ്മറിയിലേക്ക്. സോ Aristotle defines poetry as a means of mimesis or imitation by means of language, rhythm and harmony. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം തിയറി ഓഫ് മൈമസിസ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാറ്റോ പറയുന്നത് പോലെ തന്നെ തിയറി ഓഫ് മൈമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ, അദ്ദേഹം പറയുന്നു പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആസ് എ മീൻസ് ഓഫ് mimesis or imitation by means of language, rhythm and harmony. Okay, ഇതൊരു poetry is formed as a result of imitating something. Okay, എന്തെങ്കിലും ഒരു കാര്യത്തെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ കണ്ട് അതേ രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു പോയട്രി ഉണ്ടാകുന്നത് എന്നുള്ളതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. പോയട്രി ഈസ് ആൻ ആക്ട് ഓഫ് ഇമിറ്റേഷൻ, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മിയർ മിമിക്കിംഗ് ഓഫ് ദ സൗണ്ട്. പോയട്രി എന്ന് പറയുമ്പോൾ അനുകരണമാണ്, ഇമിറ്റേഷൻ ആണ്. പക്ഷെ അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മിയർ മിമിക്കിംഗ് ഓഫ് ദ സൗണ്ട്. പക്ഷെ ജസ്റ്റ് കണ്ടതിനെ അതേപോലെ അല്ലെങ്കിൽ കേട്ടതിനെ അതേപോലെ മിമിക് ചെയ്യല്ല, അനുകരിക്കുകയല്ല അവിടെ ഉണ്ടാകുന്നത്. പോയറ്റ് ഇസ് എ ക്രിയേറ്റർ ആൻഡ് ഹി ക്രിയേറ്റ് സംതിങ് ന്യൂ ത്രൂ ഇമിറ്റേഷൻ.
അദ്ദേഹം പോയറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിൻ്റെ സർഗാത്മകത ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ആ പോയട്രിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ഹീ ഈസ് എ ക്രിയേറ്റർ ആൻഡ് ഹി ക്രിയേറ്റ് സംതിങ് ന്യൂ ത്രൂ ഇമിറ്റേഷൻ. ആൻഡ് ദ ആക്ട് ഓഫ് ഇമിറ്റേഷൻ ബിക്കംസ് സക്സസ്ഫുൾ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇമിറ്റേഷൻ. ഇനി അദ്ദേഹം പറയുന്നു, ഒരു പോയറ്റ്, ഒരു സബ്ലൈം പോയറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമിറ്റേഷൻ്റെ പവർ എന്ന് പറയുമ്പോൾ അത്രയും എക്സ്ട്രീംലി ഗുഡായിരിക്കും, അത്രയും നല്ലതായിരിക്കും. കാരണം ആ ഒരു ആക്ട് ഓഫ് ഇമിറ്റേഷൻ, ഏത് രീതിയിലാണോ ഒരു വ്യക്തി ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഫോം അത്രയും നല്ലതായി മാറുന്നത്. സോ ദ ആക്ട് ഓഫ് ഇമിറ്റേഷൻ ബിക്കം സക്സസ്ഫുൾ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇമിറ്റേഷൻ. എങ്ങനെയാണോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ അതിനനുസരിച്ച് ആ ഇമിറ്റേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സബ്ലിമിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം കൂടുതലായിട്ട് വരും. ദ പോയിറ്റ് മേ ഇമിറ്റേറ്റ് തിങ്സ് ആസ് ദേ ആർ ഗെസ് ടു ബി ഓർ ആസ് ദേ ആർ ഓട്ട് ടു ബി. അപ്പോൾ പോയിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാവാം. നമുക്ക് മുന്നിലുള്ള കവികൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചിന്തിക്കാം. ചില ആളുകൾ കാണുന്ന കാര്യത്തെ അതേ രീതിയിൽ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും, അതേ രീതിയിൽ അനുകരിക്കും. ചില ആളുകൾ ദേ ആർ ഗെസ് ടു ബി, അവർ വിചാരിക്കുന്ന രീതിയിൽ ഒരു പോയിറ്റിൻ്റെ ഒരു ചിന്തയ്ക്കനുസരിച്ച് ഇങ്ങനെയാകാം എന്ന അനുമാനങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അവരതിനെ അനുകരിക്കും. ആൻഡ് സം പോയിന്റ്സ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആസ് ദേ ആർ ഓട്ട് ടു ബി, എങ്ങനെയാവണം, ഒരു കാര്യം എങ്ങനെയാവണം എന്നുള്ള ചിന്തയാലാവും ചില ആളുകൾ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ പോയറ്റും മാറുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു വേ ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചർ ഓഫ് ഇമിറ്റേഷനിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. He believes the concept of mimesis as a basic of poetry or art. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് മൈമസിസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് മൈമസിസ് എന്ന് പറയുന്നത്. He believes that the two reasons for the emergence of poetry are the human instinct to imitate things and the instinct for rhythm and harmony. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻസ്റ്റിങ്ക്റ്റൽ ഇൻ മാൻ, അല്ലേ? നമുക്ക് എല്ലാവരിലും മനുഷ്യരിൽ ഉള്ള ഒരു സർവജന്യമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. അതായത് നമ്മൾ ജന്മവാസന എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്, ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈ ഒരു ഇമിറ്റേഷൻ എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ അദ്ദേഹം ഈ ഒരു ബുക്കിൽ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടികൾ ഭാഷ പഠിക്കുന്നതും അതുപോലെ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പെരുമാറണം എന്ന് പഠിക്കുന്നതും എല്ലാം അവർ പഠിക്കുന്നതെല്ലാം തന്നെ പലതും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്, വ്യക്തികളെ അനുകരിച്ചുകൊണ്ടാണ് അവർ വളരുന്നത്. സോ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോയട്രിയും ഈ രീതിയിൽ തന്നെ മനുഷ്യരാൽ മറ്റു കാര്യങ്ങളെ അനുകരിച്ചുണ്ടാകുന്ന ഒരു കലാരൂപമാണ് പോയട്രി എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ റിതം ആൻഡ് ഹാർമണി, അദ്ദേഹം മറ്റൊരു ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ച് കൂടിയും പറയുന്നുണ്ട്, മറ്റൊരു ജന്മവാസന, അതായത് ദ ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ റിതം ആൻഡ് ഹാർമണി. നമുക്കറിയാം, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യത്തിനും ഈ പറഞ്ഞ ഒരു റിതം ആൻഡ് ഹാർമണി ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക താളത്തിലാണ് നടന്നു പോകുന്നത്. ആ താളം തെറ്റിക്കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വരും. ഇപ്പം നമുക്ക് ആ ഒരു ഈവൻ നമുക്ക് ആ റൊട്ടേഷൻ, റെവല്യൂഷൻ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഹോൾ പ്ലാനറ്റ്സും എല്ലാം ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരു പെർട്ടിക്കുലർ ഹാർമണി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിതം, ഒരു പെർട്ടിക്കുലർ താളത്തിലാണ് ഇതെല്ലാം പോകുന്നത്. ഈ താളം തെറ്റിക്കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഭൂമിക്ക്. അപ്പോൾ ഈ ഒരു റിതം ആൻഡ് ഹാർമണി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിലവിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. സോ ഈ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈ പറഞ്ഞ ഇമിറ്റേഷൻ എന്ന് പറയുന്നതും അതുപോലെ റിതം ആൻഡ് ഹാർമണി എന്ന് പറയുന്നതും. ആൻഡ് ഹി ഡിഫൈൻസ് പോയട്രി ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ ദാറ്റ് സീക്സ് ടു റെപ്രസെൻറ്റ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് ലൈഫ് ത്രൂ ക്യാരക്ടർ, ഇമോഷൻ ഓർ ആക്ഷൻ. സോ അദ്ദേഹം പറയുന്നു, പോയട്രി എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ ഒരു മീഡിയം ഓഫ് ഇമിറ്റേഷൻ, ഓക്കെ, ഒരു പ്രത്യേക കാര്യത്തെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചില ചെയ്തികളെ ഇതിനെയെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പോയട്രിയും ജനിക്കുന്നത്. Just like a painter using paint, a sculptor using stone, the poet uses language, rhythm and harmony as separate elements or in combination to create his art form called poetry. അപ്പോൾ ഏത് രീതിയിലാണോ ഒരു പെയിൻറ്റർ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കലാരൂപം ഉണ്ടാക്കുന്നത്, ഒരു സ്കൾപ്റ്റർ സ്റ്റോൺസ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നത്, അതേ രീതിയിൽ തന്നെ ദ പോയറ്റ് യൂസസ് ലാംഗ്വേജ് റിതം ആൻഡ് ഹാർമണി ആസ് സെപ്പറേറ്റ് എലമെൻറ്റ്സ് ഓർ ഇൻ കോമ്പിനേഷൻ. അതിനെ സെപ്പറേറ്റ് ആയോ അല്ലെങ്കിൽ അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് പോയട്രി എന്ന് പറയുന്നത്. സോ പോയറ്റ് ഈസ് എ ക്രിയേറ്റർ എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വരുന്നത്.
Okay, now we are going to discuss about the nature of imitation. ഇനി nature of imitation കുറിച്ച് അരിസ്റ്റോട്ടൽ ഈ ഒരു പോയറ്റിക്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. He is discussing 3 major points under nature of imitation. Nature of imitation കീഴിൽ അദ്ദേഹം 3 major points ആണ് ഡിസ്കസ് ചെയ്യുന്നത്. One is medium of imitation, second one is object of imitation, and the third one is mode of imitation. അപ്പോൾ ഇമിറ്റേഷൻ അല്ലെങ്കിൽ അനുകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന് അതിൻ്റെ മീഡിയം ഓഫ് ഇമിറ്റേഷൻ, ഓക്കെ, എന്തുപയോഗിച്ചാണ് നമ്മൾ അനുകരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ, എന്തിനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മോഡ് ഓഫ് ഇമിറ്റേഷൻ, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ അനുകരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ, മീഡിയം ഓഫ് ഇമിറ്റേഷൻ. എ പോയിറ്റ് മേ റെപ്രസെൻറ്റ് ലൈഫ് ത്രൂ റിതം, ലാംഗ്വേജ് ഓർ ഹാർമണി. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മൾ ആ മീഡിയം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഭാഷ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിതം, ഒരു താളം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹാർമണി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, മ്യൂസിക് ആൻഡ് ഡാൻസ് ആർ എക്സാമ്പിൾസ് ഫോർ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ത്രൂ റിതം ആൻഡ് ഹാർമണി. നമുക്കറിയാം മ്യൂസിക് അതുപോലെ ഡാൻസ്, ഈ 2 കലാരൂപങ്ങൾ ഇതുപോലെ ഇമിറ്റേഷനിലൂടെ ഉണ്ടാകുന്ന 2 കലാരൂപങ്ങൾ തന്നെയാണ് മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇമിറ്റേഷൻ നടക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത് യൂസിങ് റിതം അല്ലെങ്കിൽ ഹാർമണി. നമുക്കറിയാം മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിതമിക്, അതുപോലെ അത് കറക്റ്റ് ഹാർമണി ആയിട്ട് വരുമ്പോൾ മാത്രമേ അത് നല്ല രസം ഉണ്ടാവുള്ളൂ, കേൾക്കാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഡാൻസിൻ്റെ കാര്യം വരുന്നത്. ഡാൻസിങ് ഇമിറ്റേറ്റ്സ് ക്യാരക്ടർ, ഇമോഷൻ ആൻഡ് ആക്ഷൻ ത്രൂ റിതമിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, റിതമിക് മൂവ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് അവിടെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ഇമോഷൻ, നമുക്കറിയാം രസ തിയറിയിൽ അവിടെ അദ്ദേഹം ശരിക്കും പറയുന്നുണ്ട് ഓരോ പല തരത്തിലുള്ള ഇമോഷൻസിനെ കുറിച്ച്, ബൽസം, അങ്ങനെ ഓരോ രൂപങ്ങളെക്കുറിച്ച്. അപ്പോൾ അവിടെ ശരിക്കും ഓരോ ക്യാരക്ടർ, ഒരു വ്യക്തിയുടെ പല ഇമോഷൻസ്, അവൻ്റെ വികാരങ്ങളെയും അവൻ്റെ ആ ഒരു ചിന്തകളെയും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു യൂസ് ചെയ്യുന്നത് റിതമിക് മൂവ്മെൻറ്റ്സ് ആണ്. സോ അത്തരത്തിൽ ഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് ഡാൻസിങ് എന്ന് പറയുന്നത്. വെറസ് പോയട്രി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ലൈഫ് ത്രൂ ലാംഗ്വേജ്. എന്നാൽ പോയട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ മീഡിയം ഓഫ് ഇമിറ്റേഷൻ മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ലാംഗ്വേജ് യൂസ് ചെയ്ത് ലൈഫിലെ ഒരു കാര്യം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു പോയം അല്ലെങ്കിൽ നമുക്കൊരു വേഴ്സ് അല്ലെങ്കിൽ പ്രോസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു ഹാർമണി, റിതം, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ വ്യക്തിയുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു മ്യൂസിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോം ആയിട്ടോ മാറുന്നതാണ്. So the product differs according to the medium of imitation. Next comes the object of imitation. എന്തിനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ദ മേജർ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ ഈസ് മെൻ ഇൻ ആക്ഷൻ. നമുക്കറിയാലോ, അധികവും മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യർ എപ്പോഴും കൂടുതലായിട്ട് അനുകരിക്കുന്നത് കൂടുതലായിട്ടും മറ്റു മനുഷ്യരെ തന്നെ ആയിരിക്കും. മറ്റു മനുഷ്യരെ, ആ മനുഷ്യരുടെ ചെയ്തികളെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. Art imitates life by presenting men as better than they are in life with sublime qualities, or as true to life as they are, or as worse than they are with low morals. അപ്പോൾ കല എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെയാണ് കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക. ആ മനുഷ്യനെ തന്നെ അവർ ചില സമയം ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നല്ല മേന്മകളെ അല്ലെങ്കിൽ അവൻ്റെ നല്ല ക്വാളിറ്റീസിനെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അനുകരിക്കാം. അതില്ലെങ്കിൽ അവൻ എങ്ങനെയാണോ ജീവിതത്തിലുള്ളത് അത് അതേ രീതിയിൽ ട്രൂ ടു ലൈഫ് ആസ് ദേ ആർ, എങ്ങനെയാണോ അവനുള്ളത് അതേ രീതിയിൽ അനുകരിക്കുന്നുണ്ടാവാം. ചില ആളുകൾ അനുകരിക്കുമ്പോൾ അവരുടെ വേഴ്സ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവൻ്റെ കാണുന്നത് എന്താണോ അതിലും വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അവൻ മൂല്യം കുറഞ്ഞ അവൻ്റെ കാര്യങ്ങളെ ആയിരിക്കാം അനുകരിക്കുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് എ റിയൽ സ്കിൽ ഓഫ് ദ പോയിറ്റ് ടു റെപ്രസെൻറ്റ് മെൻ ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദേ ആർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ടു ബി ട്രൂ ടു ലൈഫ്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പോയിറ്റ് ദ ക്രിയേറ്ററിന് അനുസരിച്ച് അവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഈ ഒരു ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷനിൽ അവൻ മാറ്റങ്ങൾ വരുത്തും. അവൻ കാണുന്നത് ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ അതേപോലെ ജീവിതത്തിൻ്റെ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാം. ചിലപ്പോൾ ആ ജീവിതത്തിലെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റീസിനെ പറഞ്ഞുകൊണ്ട്, സബ്ലൈം ക്വാളിറ്റീസിനെ മെൻഷൻ ചെയ്തുകൊണ്ട്, ചില സമയങ്ങളിൽ അതിൻ്റെ വേഴ്സ് അല്ലെങ്കിൽ ലോ മോറൽ ക്വാളിറ്റീസ്, മീൻ ക്യാരക്ടേഴ്സ്, ഓക്കെ, അത്തരം ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് മോഡ് ഓഫ് ഇമിറ്റേഷൻ. ദ മോഡ് ഓർ നേച്ചർ ഓഫ് ഇമിറ്റേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോയറ്റ്സ് ക്രിയേറ്റിവിറ്റി.
ഇപ്പോൾ ഇവിടെ മോഡ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെയും ഒരു പോയറ്റിൻ്റെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത വളരെ അധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് മോഡ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം എ പോയറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ലൈഫ് ത്രൂ നറേഷൻ ഇൻ വിച്ച് ഹി ടേക്സ് അനദർ പേഴ്സണാലിറ്റി ആൻഡ് വാച്ചസ് ദ ഇവന്റ് ഇൻ ലൈഫ് ആസ് ആൻ ഒബ്സർവർ. In some cases, the poet can duplicate life by speaking about it in his own person as a first person. In another situation, a poet can represent life by presenting all its characters as living and moving before us as a third person narrator. അപ്പോൾ ഇവിടെയും ഈ ഒരു വ്യക്തി കാണുന്നതിനനുസരിച്ച്, പോയറ്റിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പല രീതിയിൽ നമുക്കിതിനെ ഇമിറ്റേറ്റ് ചെയ്യാം. ചില ആളുകൾ ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങളെ കണ്ട് അതിനെ നെറേറ്റ് ചെയ്യും. അതിനെ ജസ്റ്റ് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്നുള്ള രീതിയിലായിരിക്കാം അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുക. ചില ആളുകൾ കണ്ട കാര്യത്തെ അവൻ്റേതായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ, അവൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും എടുത്തു പറയുന്ന രീതിയിൽ അവൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ലൈക്ക് ബൈ സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് ഇൻ ഹിസ് ഓൺ പേഴ്സൺ, ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് തന്നെ അവൻ അതിനെ പറയും. ഇനി ചില ആളുകൾ അതിനെ ഒരു തേർഡ് പേഴ്സൺ നറേഷൻ എന്നുള്ള രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക. Aristotle highlights that the most important aspect of an art that matters is its goal in imitating reality as it is, as it thought to be or as it ought to be. If an error occurs in this act of imitation, it affects the whole work. അപ്പോൾ അരിസ്റ്റോട്ടലിനനുസരിച്ച് ഇവിടെ ഇമിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോയറ്റിൻ്റെ കഴിവാണുള്ളത്. അപ്പോൾ ആ പോയറ്റ് ശരിക്കും ആ ഒരു ലൈഫിൻ്റെ റിയാലിറ്റിയെ അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് നല്ലൊരു വർക്കായിട്ട് വരുള്ളൂ. അവിടെ ആ ഒരു ഇമിറ്റേഷൻ എന്നുള്ളതിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ, തെറ്റുകൾ വരികയാണെങ്കിൽ അത് അവൻ്റെ ആ മുഴുവൻ വർക്കിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. And Aristotle defines poetry as a medium of imitation, and type of poetry is decided based on the object and nature of imitation. അപ്പോൾ അദ്ദേഹം പറയുന്നു പോയട്രി എന്നുള്ളത് ഒരു മീഡിയം ഓഫ് ഇമിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന, ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പോയട്രി ആയിട്ട് മാറുകയാണ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പോയട്രി ഇസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഓഫ് നേച്ചർ ഓഫ് ഇമിറ്റേഷൻ. എന്തിനെയാണോ, ഏത് രീതിയിലാണോ അതിനെ അനുകരിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പോയട്രിക്ക് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്കറിയാം പോയട്രി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇമിറ്റേഷനാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു? ഒരു വ്യക്തിയിലെ നല്ല ക്വാളിറ്റീസിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണോ, ഒരു വ്യക്തിയിലെ മീൻ ക്യാരക്ടറിനെ, മോശമായിട്ടുള്ള കാര്യങ്ങളെയാണോ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണത്? അതിനനുസരിച്ച് പോയട്രി വ്യത്യാസപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണാം. പോയട്രി ക്യാൻ ഇമിറ്റേറ്റ് 2 kinds ഓഫ് ആക്ഷൻസ്. നമുക്കറിയാം മനുഷ്യരെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മനുഷ്യരിൽ കുറേ നന്മയും നല്ല പ്രവർത്തനങ്ങളും കാണാൻ സാധിക്കും, നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മാൻ, ആൻഡ് സം വി ക്യാൻ ഫൈൻഡ് ദ മീൻ ആക്ഷൻസ് ഓഫ് ബാഡ് മാൻ, അല്ലേ? ചെയ്തികൾ വളരെ വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബാഡ് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഇതിൽ 2 തരത്തിലും ഉണ്ടാകാം, നല്ലതും ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ദുഷിപ്പായിട്ടുള്ളതും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നോബിൾ ആക്ഷനാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു പോയറ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നോബിൾ ആക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഗീവ് റൈസ് ടു എപ്പിക്. ആൻഡ് ഇഫ് ദ പോയറ്റ് ഈസ് ഇമിറ്റേറ്റിംഗ് മീൻ ആക്ഷൻ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, ദ വേഴ്സ്റ്റ് ക്വാളിറ്റീസ് ആണ് അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഗീവ് റൈസ് ടു സറ്റയർ. ഈ രീതിയിലാണ് അരിസ്റ്റോട്ടിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് പോയട്രി ഡിഫറെൻ്റ് ആവാം. ഇവിടെ നോബിൾ ആക്ഷനാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എപ്പിക് ഫോം ചെയ്യുന്നു. ഇഫ് ദ മീൻ ആക്ഷൻസ് ആർ ഇമിറ്റേറ്റഡ് ദെൻ ഇറ്റ് വിൽ ഗീവ് റൈസ് ടു എ സറ്റയർ. ഇനി അദ്ദേഹം പറയുന്നുണ്ട് ഒരു എപ്പിക് എന്ന് പറയുമ്പോൾ നോബിൾ ആക്ഷൻസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും, എപ്പിക്കിൽ നിന്നും ഒരു ട്രാജഡി ഒറിജിൻ എടുക്കുന്നു. ഒരു ട്രാജഡി ഉണ്ടാകുന്നു. അതുപോലെ സെറ്റയർ എന്ന് പറയുമ്പോൾ അവിടെ മീൻ ആക്ഷൻസ്, ദ വേഴ്സ് ആക്ഷൻസ് ആർ ഇമിറ്റേറ്റഡ്. അപ്പോൾ അവിടെ ഒരു സെറ്റയറിൽ നിന്നും ഒരു കോമഡി ഉണ്ടാകുന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോബിൾ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പിക്സ് ഉണ്ടാകുന്നു, ആ എപ്പിക്കിൽ നിന്നും ഒരു ട്രാജഡി ഒറിജിനേറ്റ് ചെയ്യുന്നു. അതേപോലെ മീൻ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സെറ്റയറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെറ്റയറിൽ നിന്നുമാണ് ഒരു കോമഡി ഫോം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ട്രാജഡി ബേസ് ദ സെയിം റിലേഷൻ ടു എപ്പിക് ആസ് കോമഡി ടു സെറ്റയർ. സോ ഇവിടെ ട്രാജഡിക്ക് ഈ ഒരു എപ്പിക്കിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും, കാരണം ദ നോബിൾ ആക്ഷൻസ് ഓഫ് ദ മെൻ ആർ ഇമിറ്റേറ്റഡ്. അതേ രീതിയിൽ തന്നെ കോമഡിക്ക് സെറ്റയറിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും, ബിക്കോസ് ദ മീൻ ആക്ഷൻസ് ആർ ബീൻ imitated. So it follows therefore that the epic and tragedy are superior to the satire and comedy which is related to the actions of low men. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ നോക്കിക്കൊണ്ടാണ്, ഈ ഒരു ചിന്താഗതിയിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു എപ്പിക് അല്ലെങ്കിൽ ട്രാജഡി
സറ്റാർ അല്ലെങ്കിൽ കോമഡിയേക്കാളും എത്രയോ സുപ്പീരിയർ ആണ് എന്നുള്ളത്. കാരണം ഈ ഒരു വസ്തുത വളരെ ക്ലിയർ ആണ്. ഒരു സമൂഹത്തിൽ കാണുന്ന മനുഷ്യരിലെ ദുഷിപ്പ് അല്ലെങ്കിൽ അവൻ്റെ ദുഷിച്ച ചിന്തകളെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സറ്റാർ, അതൊരു കോമഡിയായി മാറുന്ന അതിനേക്കാളും എത്രയോ നല്ലതാണ്, അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ സുപ്പീരിയർ ആണ് വളരെ നോബിൾ ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എപ്പിക് അല്ലെങ്കിൽ ഒരു ട്രാജഡി. ഓക്കെ.